ഇന്ത്യയുടെ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഗവൺമെൻറ് ആര് രൂപീകരിക്കും, ഇന്ത്യയെ ആരാണ് ഭരിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ചൂടേറിയ ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഉത്തരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോക്സഭയിൽ 272 സീറ്റുകളോ അതിൽ കൂടുതലോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഒരു മുന്നണിക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഒരു സർക്കാർ രൂപീകരിക്കാനും അതുപോലെ തന്നെ ഇന്ത്യയെ ഭരിക്കാനും ഒക്കെ സാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ഈ പറഞ്ഞിട്ടുള്ള മാജിക് നമ്പറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഒരു സർക്കാരിനെ രൂപീകരിക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ് എന്താണ്? ഇനി അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഈ 272 സീറ്റുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അതായത് നമ്മുടെ ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കാർ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഒരു സർക്കാർ രൂപീകരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു നിക്ഷേപാവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോ മാസവും 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് നിക്ഷേപം ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ടാറ്റ AIA ലൈഫ് അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 15-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം സുരക്ഷിതമാക്കി വയ്ക്കുകയും മറ്റൊരു ഭാഗം നിഫ്റ്റി 150 മൊമെൻറ്റം 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ 33.3%-ൻ്റെയും 28.6%-ൻ്റെയും റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2014 നിങ്ങൾ ഇത്തരത്തിലൊരു ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 12 മടങ്ങിൻ്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. ഇനി ഈ ടാറ്റ AIA ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ സോൾവൻസി റേഷ്യോ 186% എന്ന് കാണാം. മാത്രമല്ല ഇവർ തന്നെ 2023 ജൂലൈ മാസത്തിൽ ആരംഭിച്ച ഒരു ഫണ്ടിന് 54.3%-ൻ്റെ റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അത് സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അത് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ള കാര്യം തിരിച്ചറിയാം. NRIs ആയിട്ടുള്ള ആളുകളൊക്കെ മാസം ഒരു 18,000 രൂപയ്ക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺസ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. സോ ഈ ഒരു ഫണ്ടിൻ്റെ നിലവിലത്തെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുശേഷം നിക്ഷേപിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രധാനപ്പെട്ട പ്രോസസ്സുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലാദ്യത്തെ നടപടികൾ വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുമാണ് എന്ന് കാണാം. കാരണം അവരാണല്ലോ ഈ ഇലക്ഷൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി ഈ ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് നോക്കി നടത്തുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ റിട്ടേണിംഗ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ വരണാധികാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസർ ഓരോ മണ്ഡലത്തിലും വിജയിച്ച ആൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിയുമ്പോൾ ഈ വിജയിച്ച ആൾ ഈ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെസീറ്റിൽ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ റെസീറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിട്ടേണിംഗ് ഓഫീസർ എത്രയും പെട്ടെന്ന് ഈ റെസീറ്റ് ലോക്സഭയുടെ ജനറൽ സെക്രട്ടറിക്ക് രജിസ്ട്രേഡ് ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ വിജയിച്ച ആൾ കൈപ്പറ്റിയിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ റെസീറ്റും ഒക്കെ വെച്ചിട്ടാണ് ഇവരെ ലോക്സഭയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതും ഇവരുടെ സത്യപ്രതിജ്ഞയുടെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നടപടി വരുന്നത് നിലവിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. അവർ ഇപ്പോഴും അധികാരത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ലോക്സഭയുടെ കാലാവധി വെറും 5 വർഷം മാത്രമായതുകൊണ്ട് ഇതിന് മുന്നേയുള്ള ലോക്സഭ പിരിച്ചുവിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലോക്സഭയുടെ പിന്തുണയോടുകൂടി മാത്രമേ ഒരു ഗവൺമെൻറ്റിന് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നിലവിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് രാജിവെക്കുകയാണ്. അപ്പോൾ നിലവിൽ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി ആ ഒരു ഗവൺമെൻറ്റിൻ്റെ രാജിക്കത്ത് രാഷ്ട്രപതിക്ക് കൈമാറുകയും അതോടുകൂടി ആ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് പരിപൂർണമായി രാജിവെച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നാണ്. ഓരോ മണ്ഡലങ്ങളിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റുകളുടെ വിവരങ്ങളും അടങ്ങുന്ന ഒരു ഡോക്യുമെൻറ്റ് ഈ ഫലപ്രഖ്യാപനം വന്ന് 2-3 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യൻ പ്രസിഡൻറ്റിന് കൈമാറുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഏതൊക്കെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ മുന്നണികൾക്കാണ് ഈ ഒരു ഇലക്ഷൻ്റെ ഭാഗമായി ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ അത് ആർക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയെയോ മുന്നണിയെയോ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. എന്നാൽ ചില സമയങ്ങളിൽ മറ്റൊരു രീതിയിലും ഈ കാര്യം മുന്നോട്ട് പോകാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ ഇലക്ഷന് മുന്നേ രൂപീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മുന്നണിക്കോ
ഭൂരിപക്ഷം ഉണ്ടോ എന്ന്, അതായത് 272 അതിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടോ എന്ന് ഉറപ്പാണെങ്കിൽ അവരൊരു യോഗം വിളിക്കുകയും ആ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആ ഒരു മുന്നണിയുടെയോ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ആ നേതാവാണ് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ തലവനായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു നേതാവിന് തൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ തൻ്റെ മുന്നണിക്ക് ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള യോഗ്യതയുണ്ടെന്നും പറഞ്ഞുള്ള ഒരു ഫോർമൽ ക്ലെയിം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ വെക്കാനും സാധിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിലും ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണെന്ന് വിചാരിക്കുക. അതായത് ഈ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് എന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് ബോധ്യമാവുകയാണെങ്കിൽ ഈ ഒരു നേതാവിനെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹെഡായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് ഒഫീഷ്യലായി അപ്പോയിൻറ്റ് ചെയ്യാൻ പ്രസിഡന്റിന് സാധിക്കുന്നു. എന്ന് മാത്രമല്ല, കൃത്യമായി ഇദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നതിനുള്ള ഡേറ്റുകളും കാര്യങ്ങളും ഇവർ രണ്ടുപേരും കൂടെ നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഇനി ഇതോടൊപ്പം ഇതേ അവസരത്തിലോ അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള മറ്റേതെങ്കിലും അവസരത്തിലോ തൻ്റെ മന്ത്രിസഭയിലെ ബാക്കി അംഗങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരാരൊക്കെയാണ് എന്നുള്ള കൃത്യമായ പേര് വിവരങ്ങൾ പ്രധാനമന്ത്രി പ്രസിഡന്റിന് മുന്നിൽ സമർപ്പിക്കുകയും പ്രസിഡന്റ് ഈ പേരുകൾ ഒഫീഷ്യലായിട്ട് നോട്ടിഫൈ ചെയ്യുകയും അവരെല്ലാം മറ്റൊരവസരത്തിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പമോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പുതിയ ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും അവർ പിന്നീട് ഇന്ത്യയെ ഭരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ലോക്സഭയുടെ സമ്മേളനം പിന്നീട് പ്രസിഡന്റ് വിളിച്ചു ചേർക്കും. അങ്ങനെ ലോക്സഭയുടെ ആദ്യത്തെ സെഷൻ വിളിച്ചു ചേർക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പ്രോടൈം സ്പീക്കറെ അപ്പോയിൻറ്റ് ചെയ്യുകയും ആ പ്രോടൈം സ്പീക്കറുടെ അധ്യക്ഷതയിൽ എല്ലാ മെമ്പർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭാ എംപിമാരായി മാറുകയും പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആ ലോക്സഭയുടെ പിന്നീടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടെ നടക്കുന്നുണ്ട്. ഈ പ്രധാനമന്ത്രിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ആൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഈ ലോക്സഭയ്ക്ക് മുന്നിൽ ഒരു കോൺഫിഡൻസ് മോഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയിൽ തൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ തൻ്റെ മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് മോഷൻ്റെ ഭാഗമായിട്ട് ലോക്സഭയിൽ ഒരു വോട്ടെടുപ്പ് നടക്കുകയും ഭൂരിപക്ഷത്തിൻ്റെയും വോട്ട് ഈ മോഷനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് പിന്തുണയുണ്ടെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കാൻ സാധിക്കുകയും ആ രീതിയിൽ പാർലമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി പാർലമെൻറ്റിന് റെസ്പോൺസിബിളായി ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ പ്രോസസ്സുകളെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് വളരെ സ്മൂത്തായിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് നമുക്ക് തോന്നും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മുന്നണിക്കോ 272 സീറ്റുകളോ അതിൽ കൂടുതലോ ഉള്ളപ്പോൾ മാത്രമാണ് ഇത്രയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആ ഇലക്ഷൻ്റെ സമയത്തുണ്ടായിരുന്ന പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന മുന്നണികൾക്കോ ഈ ഒരു ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെയാണ് പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്? ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹങ് പാർലമെൻറ്റ് അല്ലെങ്കിൽ തൂക്ക് സഭ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവർ അല്ലെങ്കിൽ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം, പ്രസിഡന്റ് അവരുടെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും സ്വന്തം താല്പര്യപ്രകാരം ആരെയും സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കാൻ സാധിക്കുകയില്ല. അതിന് കാലാകാലങ്ങളായി പിന്തുടർന്നു പോരുന്ന ചില കസ്റ്റംസും ചില രീതികളും ഒക്കെ അല്ലെങ്കിൽ ചില പ്രിഫറൻസുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഈ പ്രിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ല എങ്കിൽ പ്രസിഡന്റ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്ഷണിക്കുന്നത് ഈ ഇലക്ഷൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ള പാർട്ടിയാണ്. ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടാവും, ആ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല, പക്ഷേ എല്ലാ പാർട്ടികളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി ഏതാണോ ആ പാർട്ടിയെ സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള മറ്റ് എംപിമാരെ എല്ലാം കൂടെ കൂട്ടി അവർക്ക് ഭൂരിപക്ഷം കിട്ടി വേണമെങ്കിൽ സർക്കാർ ഉണ്ടാക്കി മുന്നോട്ട് പോകാം. ഇനി അതല്ല, ഈ പാർട്ടിക്ക് കൃത്യമായ സർക്കാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ പാർട്ടി തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാൻ താല്പര്യമില്ല എന്ന് പ്രസിഡന്റിനെ അറിയിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രസിഡന്റ് തൻ്റെ രണ്ടാമത്തെ പ്രിഫറൻസിനെ വിളിക്കുകയാണ്. രണ്ടാമത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് പോൾ അലയൻസുകളുണ്ട്. അതായത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പാർട്ടിക്കും മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും കാലവും ബന്ധമില്ലാതെ കിടന്നിരുന്ന പല പാർട്ടികളും പല മുന്നണികളും കൂടിച്ചേർന്ന് പുതിയ അലയൻസുകൾ ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് പോൾ കോalitions എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോസ്റ്റ് പോൾ കോalitions വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ആർക്കാണോ കിട്ടിയിട്ടുള്ളത് അവരെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ സക്സസ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫെയിലിയർ ആവുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഫെയിലിയർ ആവുകയാണെങ്കിൽ പിന്നീട് പ്രസിഡന്റ് വിളിക്കുന്ന അടുത്ത പ്രിഫറൻസിനെയാണ്. അടുത്ത പ്രിഫറൻസിൽ വരുന്നത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ രണ്ടാമത്തെ പാർട്ടി ആരാണെന്ന് നോക്കും. ആ പാർട്ടിയെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ക്ഷണിക്കും. പിന്നെ ഓരോ പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ പാർട്ടികളെ അല്ലെങ്കിൽ മുന്നണികളെ പ്രസിഡന്റ് ക്ഷണിക്കുകയും ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ
കാര്യങ്ങളും പരാജയപ്പെട്ടു. ഒരു രീതിയിലും ഒരു ഭൂരിപക്ഷമുള്ള സർക്കാർ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പ്രസിഡന്റ് ഈ ലോക്സഭയെ പിരിച്ചുവിട്ട് ഒരു ഇലക്ഷൻ, വീണ്ടും ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ഹങ് പാർലമെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു തൂക്ക് സഭ വരുമ്പോൾ ഈ തരത്തിലാണ് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇത് കൃത്യമായി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ 1996 ജനറൽ ഇലക്ഷനെയാണ് ഞാനിവിടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. 1996 ജനറൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഈ 274 കൃത്യമായിട്ടുള്ള ആ ഒരു സമയത്തെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു എന്ന് കാണാം. അപ്പോൾ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം വിളിക്കുന്ന ആരെയാണെന്ന് ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി BJP ആയിരുന്നു എന്ന് കാണാം. 161 സീറ്റുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരെ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ 1996 മെയ് 15 അന്നത്തെ BJP പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. പക്ഷേ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മെയ് 31 ഇവിടെ ഒരു ഫ്ലോർ ടെസ്റ്റ് നടത്തണം. അതായത് ഇവരുടെ കോൺഫിഡൻസ് മോഷൻ മുന്നോട്ട് വെച്ച് പാസ്സാക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് പാർട്ടികളെ അല്ലെങ്കിൽ മറ്റ് അലയൻസുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്കതിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെയ് 28 ഈ ഗവൺമെൻറ് രാജിവെച്ച് പുറത്തു പോവുകയാണ്. വെറും 13 ദിവസം മാത്രമാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് കാണാം. പക്ഷേ കോൺഗ്രസ് അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് മൂന്നാമത്തെ ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ്. ആ ഒരു സമയമായപ്പോഴത്തേക്കും ഒരു പോസ്റ്റ് പോൾ കോവലീഷൻ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനതാദൾ അതുപോലെ തന്നെ ഇടതു മുന്നണി, ലെഫ്റ്റ് ഫ്രണ്ടൊക്കെ കൂടിയിട്ടുള്ള ഒരു മുന്നണിയായിരുന്നു അത്. അപ്പോൾ അവരെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പോസ്റ്റ് പോൾ അലയൻസ് അവരുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. ജനതാദളിൽ നിന്നുള്ള HD ദേവഗൗഡയായിരുന്നു അവരുടെ നേതാവ്. HD ദേവഗൗഡ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ ഈ രണ്ട് പാർട്ടികളും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് പോൾ കോവലീഷന് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവരെ സഹായിക്കുകയാണ്. ഈ വിശ്വാസ വോട്ടെടുപ്പിൻ്റെ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവരെ ഗവൺമെൻറ്റിന് പുറത്ത് നിന്നുകൊണ്ട് പിന്തുണയ്ക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഗമല്ല. പക്ഷേ ഈ ഒരു ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പല അവസരങ്ങളിലും ഇങ്ങനെ പുറത്ത് നിന്നുകൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്നത് കാണാം. അങ്ങനെ കോൺഗ്രസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഒരു പോസ്റ്റ് പോൾ അലയൻസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും കുറച്ച് കാലത്തേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ അലയൻസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഈ ഗവൺമെൻറ്റും താഴെ പോയിട്ട് വേറൊരു ഗവൺമെൻറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ രീതിയിലാണ് ഒരു ഹങ് പാർലമെൻറ്റ്, ഒരു തൂക്ക് സഭ വരുമ്പോൾ ഈ രീതിയിലാണ് ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഈ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹങ് പാർലമെൻറ്റ് അല്ലെങ്കിൽ തൂക്ക് സഭ എന്ന് പറയുന്നൊരു പ്രത്യേക സാഹചര്യമാണ് എന്ന് തിരിച്ചറിയുക. ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇന്ത്യയിൽ ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ആ ഒരു ഗവൺമെൻറ് ഭരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഉദാഹരണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം, ഒറ്റ പാർട്ടിക്ക് മാത്രം കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പലപ്പോഴും ഒരു സ്ട്രോങ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് കാണാം. അതേസമയം ഒരു മുന്നണിക്ക് ഒന്നിച്ചാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ, ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്നതിന് പകരം ഒന്നിലധികം പാർട്ടികൾ കൂടി ചേർന്നിട്ടുള്ള ഒരു മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിലും പല സമയത്തും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കാതെ വരികയും വിചാരിക്കാത്ത ആളുകൾ ഗവൺമെൻറ് രൂപീകരിച്ച് വിചാരിക്കാത്ത ആളുകൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരൊക്കെ ആവുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലുള്ളൊരു സാഹചര്യമാണ് ഈ 18ാം ലോകസഭയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്നത്. ഒരു മുന്നണിക്കാണ് ഇവിടെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആര് സർക്കാർ രൂപീകരിക്കും, ആരധികാരത്തിൽ വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചൂടേറിയ ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നടക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ടാറ്റ AIA ലൈഫിൻ്റെ NFOയെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.